ഡാഷ് ഡയറ്റ്, അതായത് DASH, ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ഈ ഡയറ്റ് പ്ലാനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ലെമീസ് കെ, ഹോമിയോപ്പതി കൺസൾട്ടന്റ്. ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകൾ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വളരെ എഫക്റ്റീവായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് പ്ലാനാണ് ഡാഷ് ഡയറ്റ് പ്ലാൻ. അപ്പം ഇത് ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ മാത്രമല്ല, മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടുള്ള ഡയബറ്റീസ്, അമിത കൊളസ്ട്രോൾ, അമിതവണ്ണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്കും എഫക്റ്റീവായിട്ട് ഡാഷ് ഡയറ്റ് ഫോളോ ചെയ്യാവുന്നതാണ്. കമ്പാരിറ്റീവ്ലി മറ്റു ഡയറ്റ് പ്ലാനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡാഷ് ഡയറ്റ് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഡയറ്റ് പ്ലാൻ ആണ്. ഡാഷ് ഡയറ്റിന്റെ മെയിൻ ഫോക്കസ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ സോഡിയത്തിന്റെ അളവ് നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ്, സോഡിയത്തിന്റെ അളവ് കുറക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മളിപ്പോ ഒരു ഹെൽത്തി ഹ്യൂമൻ ബീയിങ്ങിന് ഡെയിലി റെക്കമെൻഡഡ് ഇൻടേക്ക് ഓഫ് സോഡിയം എന്ന് പറയുന്നത് ഏകദേശം 2.5 മില്ലിഗ്രാം, അതായത് ഒരു ടീസ്പൂൺ അളവിലാണ്. അപ്പൊ സോഡിയത്തിന്റെ അളവ് ഈ ഒരു ലിമിറ്റിൽ നിർത്തുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ മെയിൻ സോഡിയത്തിന്റെ സോഴ്സ് ഉപ്പ് തന്നെയാണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന മറ്റ് സോസുകൾ, അതുപോലെ തന്നെ ഫ്രോസൺ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഈ സോസേജ്, ഈ ബർഗർ പാറ്റീസ്, അങ്ങനത്തെ ഫ്രോസൺ ഫുഡ് ഐറ്റംസ്, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാലഡ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഡ്രസ്സിങ്ങുകൾ, മയോണൈസ്, മറ്റ് സോസുകൾ, ഇതൊക്കെ സോഡിയം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസോ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി നമ്മളെ ഫുഡിൽ ഉപ്പിന്റെ അളവ് കുറക്കാൻ വേണ്ടി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ്, നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ ഉപ്പ് ആഡ് ചെയ്യാതെ നമ്മൾ കഴിക്കുന്ന സമയത്ത് വളരെ മിതമായ അളവിൽ മാത്രം ഉപ്പ് ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ വരുമ്പോൾ നമുക്കത് മെല്ലെ മെല്ലെ ഉപ്പിന്റെ അളവ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അതുപോലെ തന്നെ പപ്പടം, അച്ചാറ്, അതുപോലെ ഉണക്കമീൻ പോലെ ഉപ്പിന്റെ അളവ് കൂടിയ ഭക്ഷണങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അതുപോലെ തന്നെ ഡാഷ് ഡയറ്റിന്റെ മറ്റൊരു ഫോക്കസ് ആണ് ധാരാളമായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മളെ ഫുഡിൽ ആഡ് ചെയ്യുക എന്നുള്ളത്. ഈ വെജിറ്റബിൾസ് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഇലക്കറികളിലാണ് പൊട്ടാസ്യം, മഗ്നീഷ്യം പോലത്തെ ഇൻഗ്രീഡിയന്റ് ധാരാളം അടങ്ങിയിട്ടുള്ളത്. ഈ പൊട്ടാസ്യം, മഗ്നീഷ്യം ഒക്കെ നമ്മളെ രക്തക്കൊലകൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതങ്ങനെ ബ്ലഡ് പ്രഷർ കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രൂട്ട്സിൽ പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ് നമ്മളെ ഈത്തപ്പഴം, അതുപോലെ ബനാന, പിന്നെ ഈ ആപ്പിള്, ഓറഞ്ച് പോലത്തെ ഫ്രൂട്ട്സ് ഒക്കെ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡാഷ് ഡയറ്റിന്റെ മറ്റൊരു ഫോക്കസ് ആണ് ഫാറ്റിന്റെ അളവ് കുറക്കുക എന്നുള്ളത്. അപ്പം ഈ ഡാഷ് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ഫാറ്റുള്ള മിൽക്കൊക്കെ കഴിക്കാൻ പറ്റും, പക്ഷെ അത് സ്കിംഡ് മിൽക്ക്, ലോ ഫാറ്റ് മിൽക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട മറ്റു സാധനം റെഡ് മീറ്റ്. നമ്മൾ കഴിക്കുന്ന മീറ്റില് ബീഫ്, അതുപോലെ മട്ടൻ, അതുപോലെ പോർക്ക്, ഇതൊക്കെ റെഡ് മീറ്റിന്റെ ഗ്രൂപ്പിൽ പെടുന്ന മീറ്റുകളാണ്. അപ്പൊ ഇത് കംപ്ലീറ്റ് ഒഴിവാക്കുക. പകരം അവർക്ക് ചിക്കൻ യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഫിഷ് യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ മുട്ട, എഗ്ഗും അലൗഡ് ആണ് ഈ ഡയറ്റ് പ്ലാനിൽ. പിന്നെ നമ്മൾ ഈ ഡാഷ് ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവാണ്. അതായത് ഇതിൽ നമുക്ക് സീരിയൽസ് അഥവാ ധാന്യങ്ങൾ നമുക്ക് അലൗഡ് ആണ്, പക്ഷെ അത് ഹോൾ ഗ്രെയിൻ സീരിയൽസ്, അതായത് തവിടോട് കൂടിയ അരി, അതുപോലെ തന്നെ തവിടോട് കൂടിയ ഗോതമ്പ്, റാഗി പോലെ ഹോൾ ഗ്രെയിൻ സീരിയൽസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് തന്നെ സീരിയൽസിന്റെ അളവ് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ഇതിൽ അലൗഡ് ആയിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ, നമ്മളൊരു അഡൾട്ട് പേഴ്സന്റെ ഒരു കൈപ്പിടി, അതായത് അയാളുടെ ഒരു പാമിൽ ഒതുങ്ങുന്ന ധാന്യമാണ് ഒരു നേരം അയാൾക്ക് അലൗഡ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ, നമ്മളെ കേരള മീൽ അല്ലെ കേരള ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവർക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാവിലത്തെ ഭക്ഷണം ഒരു റാഗിപ്പുട്ടോ അല്ലെങ്കിൽ ഓട്സ് പുട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ അത് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അളവിലെടുക്കുക. അതിന്റെ കൂടെ കറികൾ, അതായത് കടലക്കറി അല്ലെങ്കിൽ ഗ്രീൻ പീസ് കറി, അങ്ങനത്തെ കറികൾ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒപ്പം ഒരു മുട്ടയോ അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് ഒരു മുട്ടയോ അല്ലെങ്കിൽ ഒരു ചിക്കൻ പീസോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഉച്ചക്കത്തെ ഫുഡ് ആണെങ്കിൽ ഈ നമ്മൾ എടുക്കുന്ന ചോറിന്റെ അളവ് അതും നമ്മൾ ശ്രദ്ധിക്കുക. തവിടോട് കൂടിയ അരി അല്ലെങ്കിൽ തവിടോട് കൂടിയ ഗോതമ്പാണ് നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. അതിന്റെ അളവ് ഒരു കൈപ്പിടി, അതിന്റെ കൂടെ ധാരാളം ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരു പോർഷൻ അതെടുക്കുക. പിന്നെ നമ്മൾ ഒരു ഫിഷ് അല്ലെങ്കിൽ എഗ്ഗ് അല്ലെങ്കിൽ ചിക്കൻ ഒരു പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് അതെടുക്കാൻ പറ്റും, അതൊരു പീസ്. അപ്പൊ നമ്മൾ ഒരു റൗണ്ട് പ്ലേറ്റ് നമ്മൾ ഹാഫ് ആക്കി തിരിക്കുകയാണെങ്കിൽ ഒരു ഹാഫ് മൊത്തം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ്. ബാക്കി ഒരു ഹാഫിനെ പിന്നെയും 2 ഹാഫാക്കി തിരിച്ചിട്ട് അതിൽ ഒരു പാർട്ടാണ് പ്രോട്ടീൻ പാർട്ട്, അതായത് ഫിഷ് അല്ലെങ്കിൽ എഗ്ഗ് അല്ലെങ്കിൽ ചിക്കൻ. ഒരു പാർട്ടാണ് നമ്മൾ
ധാന്യം, അതായത് നമ്മൾ അരിയോ അല്ലെങ്കിൽ ഗോതമ്പോ ധാന്യത്തിന് വേണ്ടി മാറ്റി വെക്കുന്നത്. ഇങ്ങനെയുള്ള ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ നമുക്കത് എന്തായാലും നമ്മൾ BP കൺട്രോൾ ആവാനും നമ്മളെ വെയിറ്റ് കൺട്രോൾ ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സ്നാക്കിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫ്രഷ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്, omega-3 റിച്ച് ആയിട്ടുള്ള omega-3 ഫാറ്റി ആസിഡിന്റെ അളവ് കൂടുതൽ അടങ്ങിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ്, നമ്മുടെ നട്ട്സ്, ആൽമണ്ട്സ്, കാഷ്യൂ അല്ലെങ്കിൽ നമ്മളെ ഈത്തപ്പഴം പോലത്തെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്, സ്നാക്കായിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡയറ്റ് പ്ലാൻ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അമിത കൊളസ്ട്രോൾ പോലുള്ള നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് കൺട്രോൾ ചെയ്യാനും ഈ ഡയറ്റ് പ്ലാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളെ ഹാർട്ടിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനും നമ്മൾ സ്ട്രോക്ക് അതുപോലെ ഹാർട്ട് അറ്റാക്ക് പോലത്തെ ടെൻഡൻസി ഒക്കെ പ്രിവെന്റ് ചെയ്യാനും ഈ ഡയറ്റ് പ്ലാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് ലോങ് ടൈമിലേക്ക് ഈ ഡയറ്റ് പ്ലാൻ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഹൈപ്പർ ടെൻഷൻ നമ്മളെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു ഗുണം നമുക്ക് എന്തായാലും കിട്ടും. ഇപ്പൊ നമ്മൾ ഇത് വെയിറ്റ് കുറക്കാനും ഹെൽപ്പ് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ നമ്മൾ BP ഉള്ള ശ്രദ്ധിക്കേണ്ട കാര്യം, അവര് വെയിറ്റ് 1 കിലോ കുറയുകയാണെങ്കിൽ 1 മില്ലിമീറ്റർ അളവിലാണ് ഹൈപ്പർ ടെൻഷൻ മീൻസ് പ്രഷർ റീഡിങ്ങിൽ കുറവ് വരുന്നത്. അപ്പൊ എന്തായാലും വെയിറ്റ് കുറക്കാനും ഈ ഡയറ്റ് പ്ലാൻ സഹായിക്കുന്നു.